Okay. Multiples and submultiples of standard unit. Table 11.2. This page number page table. Specify the commonly used multiples and submultiples of the standard units of length, mass and time. Length, mass, time. ഇവിടെ മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെയിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ലെന്ത് നീളം, പിന്നെ ടൈം. ആ ഒരു ടേബിൾ, അതിന്റെ ടേബിൾ രാവിലെ ആരായിരുന്നു വായിച്ച? ജീവിയായിരുന്നു തോന്നുന്നു അല്ലെ ടേബിൾ വായിച്ചത്. ഓക്കെ. So we can say that the distance between Kolkata and Mumbai is about 2000 kilometers. 20 lakhs kilometer നമ്മൾ രാവിലെ പഠിച്ചത് അല്ലേ? വായിച്ച ഓർമ്മയില്ലേ? 20 lakhs meter is the distance between Mumbai and Kolkata. But it is not so easy to calculate that. Means we cannot one by one we cannot measure that. So since we have a further distance, means a further unit of distance is a kilometer. So like that when they calculate, it is 2000 kilometers distance. The thickness of a coin is about 1.5 millimeter. ഒരു മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്കെയിൽ നോക്കി അറിയാം എത്രയുണ്ടെന്ന്. 1.5 millimeter is the thickness of a coin. Note that these numbers are easier to write and to use in calculations than numbers such as 20 lakhs or 0.0015 millimeter. അതിനേക്കാൾ അങ്ങനെ പറയാം 20 ലക്ഷം മീറ്റർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ 2000 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ 0.0015 മീറ്റർ എന്ന് പറയുന്നേക്കാൾ വളരെ ഈസിയാണ് 1.5 millimeter എന്ന് പറയുന്നത് അല്ലേ? Okay. The following rules are followed in writing these symbols of unit. എന്തൊക്കെയാണ് റൂൾസ്? സിമ്പിൾസ് എഴുതും. നമ്മൾ പറഞ്ഞു കിലോമീറ്ററിന് km എന്ന് എഴുതും, മില്ലിമീറ്ററിന് mm എന്ന് എഴുതും, അവേഴ്സിന് h എന്ന് എഴുതും, സെക്കൻഡിന് s എന്നൊക്കെ എഴുതും. അങ്ങനെ എഴുതുന്നതിന്റെ കുറച്ച് റൂൾസ് ഉണ്ട്. വാട്ട് ആർ ദോസ്? സിമ്പിൾസ് ആർ നോട്ട് ഫോളോഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ്. Symbols are not followed by a full stop. ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടല്ല നമ്മൾ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 1 liter. 1 milliliter അല്ലെ? 1 liter എന്ന് എഴുതുക. 1 liter എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലെ? 1 liter. Then we can put the full stop here, but we will never put like this way. 1 liter ഇങ്ങനെ എഴുതിയല്ല, 10 അതല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ലിറ്റർ എന്ന് എഴുതിയല്ല. ഇനി കിലോമീറ്റർ ആണെങ്കിൽ തന്നെയും 20 കിലോമീറ്റേഴ്സ് ഇങ്ങനെ എഴുതും. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും 20 കിലോമീറ്റേഴ്സ്. പോയാ എവിടെയോ ഇങ്ങനെ എഴുതും. പക്ഷെ ഒരിക്കലും നമ്മൾ ഇങ്ങനെ എഴുതത്തില്ല. We will not write in this way. 20 കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് km എന്ന് എഴുതില്ല. 20 കിലോമീറ്റർ ഇവിടെ വേണമെങ്കിൽ സ്പേസ് ഇടാം നമുക്ക്. ഓക്കെ, 20 കഴിഞ്ഞിട്ട് സ്പേസ് ഇടാം. 20 കിലോമീറ്റർ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഫോളോഡ് ബൈ ഫുൾ സ്റ്റോപ്പ്. Symbols are not next. Symbols are not written in the plural. For example, we write 1 kg as well as 10 kg, not 10 kgs. ഇങ്ങനെ വരുന്നോട്ടെ, നിങ്ങൾ അത് ശ്രദ്ധിക്കണ്ട. വേണ്ട, അത് ഡിലീറ്റ് ചെയ്താൽ മതി അല്ലേ? നമ്മൾ ഒരിക്കലും പ്ലൂറൽ എഴുതിയല്ല. 20 minutes. m മാത്രമേ എഴുതുകയുള്ളൂ. ms എന്ന് എഴുതിയല്ല. ഇനി
1 kg sugar, 1 kg sugar, 10 kg rice. We will write like that. പക്ഷെ ഒരിക്കലും plural ആയിട്ട് 10 kgs എന്ന് എഴുതത്തില്ല. ഇവിടെ s ചേർക്കത്തില്ല. Did you understand? മനസ്സിലായോ പറഞ്ഞേ? 1 ഉണ്ടെങ്കിലും 100 ഉണ്ടെങ്കിലും 1000 ഉണ്ടെങ്കിലും crore ഉണ്ടെങ്കിലും നമ്മൾ പ്ലൂറൽ ഫോമിൽ പറയത്തില്ല. എഴുതുമ്പോൾ നമ്മൾ s ആഡ് ചെയ്യത്തില്ല. ലിറ്റേഴ്സ് 10 liters, 10 ലിറ്ററിന് l മാത്രമേ എഴുതുകയുള്ളൂ. മനസ്സിലായോ? ഓക്കെ. So 2 important rules are, first one, we will not put a full stop after writing the distance. നമ്മൾ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ല ഏതാണെങ്കിലും നമ്മൾ സിമ്പിൾസ് ആർ നോട്ട് ഫോളോവേഡ്. നമ്മളിപ്പം മീറ്റർ, കിലോമീറ്റർ അങ്ങനെ എഴുതുന്നതിന് അതിന് ശേഷം സെന്റൻസ് കംപ്ലീറ്റഡ് ആണെന്നൊരു നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. അതർവൈസ് നമ്മൾ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് എടുത്തില്ല. മനസ്സിലായോ? അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. I brought 25 kg rice. See this. We will. Oh, ഇവിടെ full stop ആണ് അല്ലേ? Okay. We will not put a full stop here near 25 or kg. ഈ 25ന്റെ എവിടെയോ kgന്റെ എവിടെയോ നമ്മൾ full stop എടുത്തില്ല. പക്ഷേ ആ സെന്റൻസ് തീർന്നു we will put it. ഇനി ഇപ്പൊ സെന്റൻസ് തീർന്ന I brought 25 kg. How many kgs did you buy? How many kg of rice did you buy? Short answer, I brought 25 kg. ഇപ്പൊ നമ്മൾ ഷോർട്ട് ആൻസർ ആയിട്ട് I brought 25 kg of rice എന്ന് പറയുന്നതിന് പകരം I brought 25 kg. ഷോർട്ട് ആൻസർ. Then we can put the full stop. മനസ്സിലായ ഡിഫറൻസ്? അല്ലാതെ ഇവിടെ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ റൈസ് എഴുതത്തില്ല. I brought 25 kg, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് റൈസ് എന്ന് നമ്മൾ എഴുതില്ല. മനസ്സിലായോ ഡിഫറൻസ്? Okay, so we will not symbol is not followed by full stop, and the second point is symbol is not addressed in plural forms. Even how many kgs are there also, or how many liters are there, how many kilometers are also there, no problem. It is written as single, kilometer, liter, like that way, only single. Difference മനസ്സിലായില്ലേ? Okay. Next point is all these measurements must be made accurately. Accurately means should be perfect, the same. എവിടെ ആണെങ്കിലും അത്രക്കാണെങ്കിലും കറക്റ്റ് ആയിരിക്കണം. Using the standard units, if a tailor does not make accurate measurements, what will happen? Just imagine, or a tailor vanittu nimmalde okke last year those who are studying here know that the tailor came to school and took a measurement of your uniform, isn't it? Okay, if that tailor doesn't take a accurate measurement, what will happen? Your dress may be tight or it may be loose, isn't it? It will not be fit for you. Like the same way, in all cases, if our measurement is not correct, accurate, there will be difference. And see, if we are giving order to the tailor to stitch the whole student uniform, he will take the measurement and then he will go. If his measurement is not correct, he will tell to the another tailor. If he is passing some clothes, sharing some clothes with the another tailor, and he is giving this incorrect measurement, even this one's measurement and that one's measurement will not be equal. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളൊരു ആക്യുറേറ്റ് മെഷറിംഗ് നമുക്കില്ല, കറക്റ്റ് ആയിട്ടൊരു മെഷർമെന്റ് ഇല്ലെന്നൊരിക്കലും എന്ത് സംഭവിക്കും? നമ്മളുടെ മൊത്തത്തിലുള്ളതൊരു പെശക് വരും അല്ലെ? ഓക്കെ,
If a tailor does not make accurate measurements, what will happen in your school? If the time for ringing the school bell is not measured accurately, what will happen? See, usually our school time is from 9:30, isn't it? 9:45. Okay, 9:30 first bell അടിക്കുന്നു, 9:45 onwards നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. Almost in all schools like that we only. ചിലയിടത്ത് 9 o'clock start ചെയ്യുന്നു, അങ്ങനെ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. Okay, no problem. And if we have no proper fixed time to start the class or assembly or to wind up a class, what will happen? എന്ത് സംഭവിച്ചേനെ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. Now we are taking the online classes on Zoom. Each class is set to 40 minutes, isn't it? If we have not that correct time, what would have been happened? അങ്ങനെ ഒരു കറക്റ്റ് ടൈം 40 മിനിറ്റ് എന്ന് പറഞ്ഞ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമ്മളിപ്പോ ഈ ക്ലാസ് കറക്റ്റ് 40 മിനിറ്റ് ആകുമ്പോഴത്തേനും കട്ടാകും ക്ലാസ് അല്ലേ? അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ആക്യുറേറ്റ് ടൈം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നീണ്ടുപോകും. അതായത് നമ്മൾ മീൻസ് നമുക്കിപ്പം രാവിലെ മുതൽ ഇത്ര സമയം വരെയാണ് നമുക്ക് ക്ലാസ് ടൈം ആയിട്ട് അനുവദിച്ചിരിക്കുന്നത് അല്ലെ? ഫ്രം 7:45 to 5:40 സോറി 5:30 വരെയാണ് ടൈം അല്ലെ? ഓക്കെ, അപ്പോൾ നമുക്ക് 40 മിനിറ്റ്സ് ഈച്ച് പീരിയഡ്സിന് അലൗഡ് ആണ്. ഈ അലോട്ട് ചെയ്തിരിക്കുന്ന സമയം കറക്റ്റ് 40 മിനിറ്റ്സ് നമ്മുടെ ക്ലാസ് 40 മിനിറ്റ്സ് എന്നുള്ളത് നമുക്ക് ഒരു ഇതില്ലെന്ന രീതിയിൽ ഫസ്റ്റ് വരുന്ന ടീച്ചറിന്റെ കുറച്ച് പോർഷൻ കൂടുതൽ തീർക്കാനാണെങ്കിൽ ആ ടീച്ചർ 40ക്ക് പകരം ഒരു 15 മിനിറ്റ്സ് or 1 hour she may take. And the teacher one who comes after her will not get 40 minutes. She has to reduce her time. ആ മിസ്സിന്റെ ടൈം കുറയ്ക്കേണ്ടതായിട്ട് വരും. ഒരാൾ കൂടുതൽ എടുത്ത് അങ്ങനെ നമ്മളൊരു കറക്റ്റ് ടൈം ഇല്ല എങ്കിൽ അല്ലെ, ഒരാൾ കൂടുതൽ എടുക്കും, ഒരാൾ കുറച്ചെടുത്ത് പോകും, അവർക്ക് സമയം കിട്ടാതെ വരും, പോർഷൻ തീരാതെ വരും, അങ്ങനെയൊക്കെ വരും. അപ്പൊ സെയിം വേ നമ്മുടെ സ്കൂളിൽ ഈ 9:30ക്ക് ബെല്ലടിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിച്ചാൽ 9:30ക്ക് 9:45 ബെല്ലടിക്കുന്നില്ല എങ്കിൽ നമ്മൾ സം സ്റ്റുഡൻസ് വിൽ കം അറ്റ് 9 o'clock, some will come at 9:15, some will come at 9:30, some will come at 10 or 10:15, like that way and all. As they feel they will come, isn't it? അവര് തോന്നുന്ന പോലെ അങ്ങനെ വരും. ഓക്കെ, അതുകൊണ്ട് anyway the measurement must be made accurately all over the world. എല്ലാ ലോകത്തിൽ മൊത്തത്തിൽ എല്ലായിടത്തും ഒരേ അളവായിരിക്കണം. അത് ഡിസ്റ്റൻസിന്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലിക്വിഡ്സിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ടൈം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഷുഡ് ബി കറക്റ്റ്. ഇൻ സയന്റിഫിക് വർക്ക് ഈവൻ ഗ്രേറ്റർ ആക്യുറസി ഈസ് നീഡഡ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും വലിയ പ്രശ്നങ്ങളില്ല അല്ലെ? 9:45 പഠിക്കേണ്ട ബെല്ല് 9:42 ആയാലും കുഴപ്പമില്ല. ഇനി ഇപ്പൊ നമ്മളുടെ സൂം ക്ലാസ് തുടങ്ങുന്നു. സൂം ക്ലാസ് ഇപ്പം നമുക്ക് 40 മിനിറ്റ്സ് എന്നുള്ളത് നമുക്ക് ചിലപ്പം 1 മിനിറ്റോ 2 മിനിറ്റോ മുന്നേ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? അത് അത്ര ഇതല്ല, പ്രശ്നമില്ല. ബട്ട് ഇൻ സയന്റിഫിക് വർക്ക് ഈവൻ ദ ഗ്രേറ്റ് ആക്യുറസി ഈസ് നീഡഡ്. കറക്റ്റ് ടൈമിൽ കൃത്യമായിട്ട് നടക്കണം. നമ്മളൊക്കെ ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ നമ്മൾ അതിന് ചേർക്കേണ്ട സാധനങ്ങൾ ചേർത്തില്ലെങ്കിൽ എന്തായി പോകും? അത് യൂസ്ഫുൾ അല്ലാണ്ടാകും അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ലാസ്റ്റ് പിന്നെ സാറ്റലൈറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചുകൊണ്ടായിരുന്നോ? കഴിഞ്ഞ മീൻസ് ഒരു 1.5 month ബിഫോർ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചുകൊണ്ടായിരുന്ന സാറ്റലൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാം അവിടെ പറയുന്നത് 10, 9, 8, 7, 6 അങ്ങനെ എഴുതി കാണിക്കും. കറക്റ്റ് ആ 0യിൽ എത്തുമ്പോഴത്തേനും സംഭവം ഇവിടുന്ന് പോയിരിക്കണം. അത്ര ആക്യുറസ് ആയിട്ട് ആണ് അവർ ചെയ്യുന്നത്. ന്യൂസ് ഒക്കെ നമ്മൾ ടിവിയിലൊക്കെ പരസ്യം ഉണ്ടെങ്കിലും ആ കറക്റ്റ് ടൈമിൽ സംഭവം നടന്നിരിക്കും അല്ലെ? ഓക്കെ. Making accurate measurements, different instruments are used to measure different quantities. A meter scale is used to measure the length of a piece of cloth. A weighing scale is used to measure the mass of the vegetables, and a clock is used to measure time. We know that to find out the length of the table or the length of a cloth and all, what measurement we are using? What instrument are we using? A meter scale is used, isn't it? നമ്മുടെ ടേബിളിന്റെ നീളം അളക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തുണിയുടെ, നമ്മുടെ ഡ്രസ്സിന്റെ നീളം അളക്കാൻ, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് meter scale. And we use clock to measure the time.
ഒരു ക്ലോക്ക് നമ്മൾ ഉപയോഗിക്കും, വാച്ചോ ക്ലോക്ക് എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കും അല്ലെ, സമയം അളക്കാൻ വേണ്ടിയിട്ട്. ഇനി ഭാരം അളക്കുന്നതിന് വേണ്ടി, വെയിറ്റ് അളക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ട് ടൈപ്പ് ഓഫ് മെഷർമെന്റ്, വാട്ട് ടൈപ്പ് ഓഫ് തിങ്സ് ആർ വി യൂസിങ്? വെയിങ് മെഷീൻ. ത്രാസ് എന്ന് പറയുന്ന സാധനം, വെയിങ് മെഷീൻ. ഇപ്പൊ ഇലക്ട്രോണിക് ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവായിരിക്കും. അപ്പൊ നമ്മൾ വെയിങ് മെഷീൻ ഉപയോഗിക്കുന്നു. നമുക്ക് പലതരത്തിലുള്ള വെയിങ് മെഷീൻ ഉണ്ട്. വലിയ സാധനങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് വലിയ സാധനം, വലിയ എന്താ ഉള്ളത് വെക്കും. ഇനി ചെറിയ സാധനങ്ങൾ അളക്കാൻ ചെറിയ 1 kg 2 kg വേറെ മെഷീൻ എടുക്കും. ഇഫ് യു ഗോ ടു എ ഗോൾഡ് സ്മിത്ത്, ഹി യൂസസ് സ്റ്റിൽ സ്മോളർ വൺസ്. അതിനേക്കാൾ ചെറിയ സാധനമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്കറിയാം ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ആണ്. കറക്റ്റ് അളവ്, വെയിറ്റ് എത്രയാണ്, കറക്റ്റ് മാസം ഇറ്റ് വിൽ ഷോ. But it would be difficult to measure the girth of circumstances of a tree using a meter scale. For this, a measuring tape has to be used. Similarly, ordinary weighing scale is used. A vegetable vendor cannot be used to measure the mass of a flower petal. സാധാരണ ഇവിടെയും നമുക്കറിയാം വ്യത്യാസങ്ങൾ അങ്ങനെയുണ്ട്. നമ്മൾക്ക് ഇപ്പൊ ഒരു ട്രീയുടെ ലെന്ത് അളക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ സ്കെയിലും കൊണ്ട് പോസിബിൾ ആണോ? Will it be easy? Possible ആണ്, but it is very difficult, isn't it? Okay, so that we will use ബിഗർ വൺ. അതിനേക്കാൾ വലിയ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ കയ്യിലുള്ള ഒരു മീറ്ററിന്റെ ടേപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കെയില്, അതൊക്കെ ഉപയോഗിച്ച് ഒരു വലിയ ട്രീയുടെ നീളം അളക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല അല്ലെ. ആൻഡ് നമുക്കറിയാം, നമ്മള് വെജിറ്റബിൾ ഒക്കെ വാങ്ങുമ്പോൾ ആ കടയിലുള്ള ഒരു വെയിങ് മെഷീൻ ഉണ്ട്. ആ വെയിങ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഫ്ലവറിന്റെ പെറ്റലിന്റെ വെയിറ്റ് അളക്കാൻ പറ്റുമോ? Can we weigh the weight of a petal, flower petal, with the using that weighing machine that is used in a grocery shop at all? ഇല്ല അല്ലെ. അതിന് തീരെ, ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഗോൾഡ് ഒക്കെ അളക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടോ? ഗോൾഡ് വാങ്ങാൻ ജ്വല്ലറി പോയിട്ടുണ്ടോ? ഹാവ് യു ഗോൺ ടു ജ്വല്ലറീസ് ടു ബൈ ഗോൾഡ്? യെസ്, യെസ്, നിങ്ങൾ പോയിട്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ പിന്നെ എന്താ പറയുന്ന റബ്ബർ ഷീറ്റ് ഒക്കെ വിൽക്കാൻ കൊണ്ടുപോകുന്ന കടയില് അവിടുത്തെ ത്രാസ് പോലത്തെ ത്രാസിലാണ് അളക്കുന്നത്? ആണോ? അല്ല. ഇനി നമ്മൾ അരി വാങ്ങാൻ പോകുന്ന കടയില് അങ്ങനത്തെ ത്രാസാണ് ഉപയോഗിക്കുന്നത്, ബിഗ് വൺ അല്ല, അതിനേക്കാൾ സ്മോളർ വൺ ആണ്. കാരണം സ്മോളർ യൂണിറ്റ്സ് അതിനകത്ത് മതി, കാരണം അല്ലേ? ഓക്കെ. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴാണ് ഈ ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ഒക്കെ വന്നത്. വെൻ മിസ് വാസ് സ്മോൾ ചൈൽഡ്, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ത്രാസ് ഒരു മിനിറ്റ്, അതിപ്പോഴും ഇവിടെ മീൻകാരനയിൽ അത് തന്നെയാ. മീൻകടയിലുണ്ട് അല്ലേ? ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ത്രാസിന്റെ, ഒരു മിനിറ്റ്, ഇവിടെ പണ്ട് ത്രാസ് ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടെ വലിയ ചേനയും കപ്പയിലും തൂക്കുന്ന ത്രാസ് ഇരിപ്പുണ്ട്. ഉണ്ടോ? യെസ്, അതാണ്, അതിന്റെ ചിത്രമാണ് എനിക്ക് വേണ്ടത്. നിനക്ക് ബുക്ക് എടുത്തിട്ട് തരാൻ പറ്റുമോ? ഭയങ്കര വെയിറ്റ് വെച്ചാ. അയ്യോ, ഇതിനകത്ത് ഇമേജസ് ഒന്നും ഇല്ല. ഇത് വൺ ടൈപ്പ് ഓഫ് വെയിങ് മെഷീൻ. നമ്മൾ കയറി നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കുന്നത് ദിസ് വൺ. ഇങ്ങനത്തെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണാറുള്ളത് അല്ലെ. ഇവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീൻ. ഇനി ഈ ടൈപ്പ് വെയിങ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, ഇതായിരുന്നു ഓൾഡൻ ടൈമിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തട്ടുണ്ട്, അതിൽ സ്റ്റാൻഡും ഉണ്ട്. എന്നിട്ട് ഈ സ്റ്റാൻഡില്, ഒരു മിനിറ്റ്, ഇതൊന്ന് ഓൺ, ഓൾഡ് വെയിങ് മെഷീൻ അടിച്ചുകൊടുത്തപ്പോ ഇതാണോ വന്നെ? This type of weighing machine, have you seen this? Yes,
ഇതിലിങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇത് നീങ്ങുന്ന അനുസരിച്ച് ഇപ്പുറത്തെ ഒരു കട്ടി വെക്കും ആ കട്ടിൽ. ഇനി ഇതാ ജസ്റ്റസ് പറഞ്ഞത് ഈ ടൈപ്പ് ആയിരിക്കും അല്ലെ ജസ്റ്റസേ? ദിസ് വൺ ഡു യു ഇങ്ങനത്തെ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ജസ്റ്റസ് അതൊന്ന് വലുതാക്കി കാണിക്കാൻ നോക്കി. ഓക്കെ, ദിസ് വാസ് ഓൾഡ് വൺ. എന്റെ ഒക്കെ വീട്ടിലുണ്ടായിരുന്ന സാധനം ഇങ്ങനത്തെയാണ്. കപ്പയും ചേനയും ചേമ്പും ഒക്കെ തൂക്കി വിട്ടോണ്ടിരുന്നത്. ഇപ്പൊ ചങ്ങല ടൈപ്പ് ഇല്ലായിരുന്നു സർ? ഞങ്ങളുടെ വീട്ടിൽ ചങ്ങലയായിരുന്നു. എന്നിട്ട് ഈ സാധനം ഇതിങ്ങനെ ഒരു തട്ട് പോലത്തെ ഒരു സാധനമായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് കട്ടി വെക്കും 5 കിലോ 10 കിലോ അങ്ങനെ. ഇതിനകത്ത് നമ്മുടെ വെയിങ് മെറ്റീരിയൽ, നമ്മുടെ ടപ്പിയോക്ക, എലിഫന്റ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എന്നിട്ട് അതിലും ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. കാരണം ഇപ്പം 1 kg ആയിട്ട് അതിന്റെ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, സൂചി. ആ സൂചി നീങ്ങുന്ന അനുസരിച്ചാണ്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതിപ്പോഴും കടകളിലൊക്കെ കാണാം, വലിയ സാധനങ്ങളൊക്കെ എടുക്കുന്ന കടകളില്. കറക്റ്റ് കിട്ടൂല. ഇല്ല, ആക്യുറേറ്റ് ആയിരിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇറ്റ് വിൽ നോട്ട് ബി ആക്യുറേറ്റ്. See, like this way. ഇത് വെയിങ് സ്റ്റോൺ ആ കല്ല് വെച്ചിട്ടുള്ള. ഇത് നമ്മൾ സാധാരണ നമ്മുടെ എന്താ പറയണ്ടേ, കോർട്ടിലൊക്കെ കാണുന്ന, ജഡ്ജിയുടെ മുന്നിൽ കാണുന്ന പോലത്തെ അല്ലെ? ഇത് പിടിച്ചോണ്ടിരിക്കുന്ന നീതി ദേവത, മാലാഖ, കണ്ണടച്ചിരിക്കുന്ന നീതി ദേവത. ഓക്കെ, ഇനി okay, this type small one was used by the jewelry makers. ഇങ്ങനത്തെ സാധനമായിരുന്നു ജ്വല്ലറി മേക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പോയോ? അപ്പൊ ഇതിന്റെ സ്മോൾ വൺ, എന്നിട്ട് അതിൽ ഉപയോഗിക്കുന്ന കട്ടി എന്നൊക്കെ പറയുന്നത് വളരെ സ്മോൾ വൺ ആയിരുന്നു. ഇതാ ഇങ്ങനത്തെ സാധനം. പോയോ? ഓക്കെ, so for this you need a physical balance. An ordinary watch cannot accurately measure the time taken by you to run 100-meter race. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഒരു വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക്, അതിൽ നോക്കി നമ്മൾ ടൈം നോക്കുകയാണെന്ന് വിചാരിച്ചോ. ഹൗ മച്ച് ടൈം ഐ ഹാവ് ടേക്കൺ ടു കവർ 100 meters ഡിസ്റ്റൻസ് വൈൽ റണ്ണിങ്. അതായത് നമ്മൾ ഓടുന്ന സമയത്ത് 100 മീറ്റർ ഓട്ടത്തില് എത്ര മിനിറ്റ് കൊണ്ട് എത്ര സമയം നമ്മൾ എടുത്തു ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ എന്നുള്ളത് നമ്മൾ സാധാരണ വാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ആയിരിക്കത്തില്ല. കാരണം നമുക്ക് അവിടെ സെക്കൻഡ്സ് ഇങ്ങനെയാണ്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വി നീഡ് സ്റ്റോപ്പ് വാച്ച്. മൊബൈലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് വാച്ച് ഉണ്ട് അല്ലെ? സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മൾ പറയും എത്ര മിനിറ്റ് എടുത്തു. ഇപ്പൊ നമ്മൾ സ്കൂളിൽ റണ്ണിങ് റേസ് നടത്തുമ്പോൾ ഓടി എത്തുന്നതിന് എത്ര സമയം അവരെടുത്തു ഓരോ കുട്ടിക്കും. അതിൽ ഏറ്റവും ലോയസ്റ്റ് ടൈം ആരാണോ എത്തിയത് അവർക്കാണ് സമ്മാനം കൊടുക്കുന്നത് അല്ലെ? Therefore, in order to make accurate measurements, you must use appropriate instruments. You know how to use these instruments properly. അപ്പൊ നിങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് ഒക്കെ ഉപയോഗിക്കാൻ അറിയാൻ പറ്റും അല്ലെ? സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് സമയം സെറ്റ് ചെയ്ത് വെക്കാൻ അറിയത്തില്ലേ? ഡുന? യെസ്. പിന്നെ സ്മോളർ മെഷർമെന്റ് എടുക്കാനുള്ള ഇതിനൊക്കെ അറിയാം. ഇനി ജോയൽ, what is going on? Okay, next, measurement of length. Width or breadth, depth, thickness, distance and height are all measurement of length. Rulers, meter scales and measuring tapes are some instruments commonly used to measure length. നമ്മൾ സാധാരണ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഏതാണ്? സ്കെയില്, isn't it? All students are having, I think from LKG students are carrying scales to yes, scale to home. They are not need of scale and all, but just to show everybody they will bring scale. Last year when I was taking UKG class, while I was correcting their book, I will ask who is having scale with you. Almost every student were having scale. So അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവർ ലൈനൊന്നും വരയ്ക്കാൻ തുടങ്ങുന്നില്ല, പക്ഷെ അവർ സ്കെയിൽ കൊണ്ടുവരും, അതൊരു സ്റ്റൈലായിട്ട്. But all students will use scales, isn't it? When you go to higher classes, I think from first standard onwards, you have to bring scales. Okay,
സോ ദ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി, ഡെപ്ത് ആഴം, തിക്നെസ് പിന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ് ആർ മെഷേർഡ് ബൈ ലെങ്ത്. റൂളേഴ്സ്, മീറ്റർ, സ്കെയിൽസ്. സ്മോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിക്കും. പിന്നെ കുറച്ച് വലുതാണ് നമ്മൾ മീറ്റർ ഉപയോഗിക്കും, പിന്നെ മീറ്റർ സ്കെയിൽ ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ മേസൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മേസ്തിരി പണി എടുക്കുന്നവര്. ജോയിൻ എന്താ തന്നെത്താൻ ഇരുന്നിട്ട് പാട്ട് പാടുവാണ്, കുറുകുറുക്കുവാണോ മോനെ? എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അവരൊക്കെ എന്താ ഒരു വലിയ സാധനം. ആതിരയുടെ ഫാദർ ഒരു മേസൺ അല്ലേ? ആതിര ഫാദറിന്റെ കയ്യിൽ ഒരു എന്താ പറയുന്ന വലിയ റോളർ മീറ്റർ ഇല്ലേ, ഇങ്ങനെ ഉള്ളിലോട്ട് ചുണ്ടു കയറി പോകുന്നേ. ഓക്കെ. ഇനി കാർപ്പന്റേഴ്സ് ഓൾസോ ആർ യൂസിങ് സച്ച് ടൈപ്പ്. നമുക്ക് വീടുകളിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടേപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? ടു മെഷർ ദ ലെങ്ത് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് എ ബി, എ റൂളർ ക്യാൻ ബി യൂസ്ഡ്. The ruler is placed along the line with its 0 point coinciding with the point A on the line. The reading on the ruler at point B on the line gives the length of the line segment. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ചെറിയ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നമ്മളൊരു ലെന്ത് ഒക്കെ എടുക്കാൻ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ എത്ര നീളം എന്നൊക്കെ അറിയാൻ അല്ലേ? ഓക്കെ, നമ്മള് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ. സമയം എത്രയാ? സമയമായി. ഇനിയിപ്പോ 7 minutes ഉള്ളൂ. കൺവേർഷൻ നടക്കണ്ടേ?